നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേതൽ ജെൻസൺ രാജ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്. തുടക്കം മുതൽ മാനസിക പ്രശ്നങ്ങൾ വെല്ലുവിളികൾ നേരിടുന്ന ഒരാളാണ് എന്ന തരത്തിലായിരുന്നു ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പിന്നീടാണ് മണിക്കൂറുകൾ നീണ്ട സംസാരത്തിനൊടുവിൽ മാനസികാരോഗ്യ വിദഗ്ധൻ മോഹൻ റോയ് ഇക്കാര്യം പറയുന്നത്. മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നില്ല ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് എന്നത്. അനന്തകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നു. അനന്തൻ, ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അനന്തൻ? കേതൽ ജെൻസൺ രാജ എന്ന ആ 4 പേരെ കൊന്ന കൂട്ടക്കൊല കേസിലെ പ്രതിയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കോടതിയുടെ ഉത്തരവ് കേട്ട ശേഷം പ്രതിയെ തിരികെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോലീസ് വാഹനത്തിൽ പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. ഒരുപക്ഷെ ആ കൊലപാതക കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാലഘട്ടത്തിന് ശേഷം പ്രതിയെ ഇപ്പോഴാണ് പുറം ലോകത്ത് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വരുന്നത് എന്ന് പറയാം. കാരണം പ്രതിക്ക് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് പിന്നീട് ആ ഘട്ടത്തിൽ ദൃശ്യങ്ങളൊന്നും പകർത്താൻ പറ്റിയിരുന്നില്ല. പക്ഷേ വളരെ കാലത്തിന് ശേഷം ആ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയ ശേഷം കേതൽ ജെൻസൺ രാജയുടെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പുറത്തു വരികയാണ്. അയാളെ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. ഏതായാലും അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം 6ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ആ വിധി, നിർണായകമായ വിധി പറഞ്ഞത്. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി കേതൽ ജെൻസൺ രാജ കുറ്റക്കാരനാണെന്ന് സ്വന്തം മാതാവിനെയും പിതാവിനെയും സഹോദരിയെയും ബന്ധുവായ അവരുടെ ആശ്രിതയായി കഴിഞ്ഞിരുന്ന ആ സ്ത്രീയെയും കൊലപ്പെടുത്തിയത് കേതൽ തന്നെയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പ്രോസിക്യൂഷന്റെ വലിയ വിജയമാണ്. കാരണം ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസിൽ കൃത്യമായ സാഹചര്യ തെളിവുകൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു ചെയിൻ ഓഫ് എവിഡൻസ്, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ചെയിൻ ചെയ്തുകൊണ്ട് കോടതിയിൽ കൃത്യമായി പ്രോസിക്യൂഷനെ ജയിക്കാൻ പറ്റി. അതിനെ മറികടക്കാൻ വേണ്ടി പ്രതി മുന്നോട്ട് വെച്ച വാദം തനിക്ക് മാനസിക നിലയിൽ പ്രശ്നമുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ മെഡിക്കൽ ബോർഡ് പ്രതിക്ക് മാനസികമായ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തി വിചാരണയ്ക്ക് പര്യാപ്തനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ പ്രതിയുടെ വിചാരണ നടപടികൾ ആരംഭിച്ചത്. പക്ഷേ ആ വിചാരണയിലൊക്കെ തനിക്കിതൊന്നും ഓർമ്മയില്ല, താൻ ആ സമയം ചെന്നൈയിലോ തമിഴ്നാട്ടിലോ മറ്റോ അലഞ്ഞു നടക്കുകയായിരുന്നു എന്നൊക്കെയാണ് പ്രതി ബോധിപ്പിച്ചുകൊണ്ടിരുന്നത്. പറഞ്ഞ് പുറത്തേക്ക് വരുന്ന പോലീസും മറ്റും പറയുന്ന ഒരു വിവരം, ഈ കുടുംബം ഒന്നടങ്കം ആരുമായും യാതൊരു ബന്ധവും പുലർത്തിയിരുന്നില്ല എന്നതാണ്. അയൽവാസികളുമായോ ബന്ധുക്കളുമായോ ഒന്നും യാതൊരു ബന്ധവും ഇവർക്കുണ്ടായിരുന്നില്ല എന്ന്. കേസിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ, വിചാരണ ഘട്ടത്തിലോ മറ്റോ അതോ ഇന്നോ ഏതെങ്കിലും ബന്ധുക്കൾ ഈ കേതലിന്റെ ഭാഗത്തു നിന്ന് കോടതിയിൽ ഹാജരായിരുന്നു? ആരും വന്നിട്ടില്ല, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കേതലിന്റെ മാതാപിതാക്കളുടെ ബന്ധുക്കളോ മറ്റോ കോടതിക്കുള്ളിൽ വിധി കേൾക്കാൻ വന്നിട്ടുണ്ടാകുമോ എന്ന് അറിയില്ല. അവരെ ആരെയും നമുക്ക് പരിചയവുമില്ല, അവരാരും കോടതിക്ക് പുറത്തേക്ക് വന്നിട്ടുമില്ല. പക്ഷേ മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ കേതലിന്റെ അമ്മ ഡോക്ടർ ജീൻ പത്മ ഈ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടറായിരുന്നു. മാത്രമല്ല ഈ കേസിന്റെ അന്വേഷണത്തിൽ പോലീസ് മനസ്സിലാക്കിയ ഒരു കാര്യം, എന്തുകൊണ്ട് പ്രതി സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയെയും വരെ കൊലപ്പെടുത്താൻ തയ്യാറായി എന്നുള്ളതാണ്. അതിന് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തിയ ഉത്തരം, ഈ കുടുംബാംഗങ്ങൾ തമ്മിൽ യാതൊരു രീതിയിലുള്ള ഇമോഷണൽ ബോണ്ടിങ്ങും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു മകന് അച്ഛനോട് തോന്നേണ്ട സ്നേഹം, അമ്മയ്ക്ക് മകനോട് തോന്നേണ്ട സ്നേഹം, സഹോദരിക്ക് സഹോദരനോടുള്ള സ്നേഹം, അങ്ങനെ ഇതും ഈ 3 പേരും 3 ധ്രുവങ്ങളായി, 3 ദ്വീപുകളായിട്ടാണ് ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. കേതൽ പഠിക്കാൻ അല്പം പിന്നോട്ടായിരുന്നു. അതേസമയം സഹോദരി കരോളിൻ വലിയ പഠിക്കാൻ സമർത്ഥയായിരുന്നു. അതിനുശേഷം MBBS ഒക്കെ പാസ്സാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ സഹോദരി ഒരു വഴിക്ക് പഠനത്തിൽ മുന്നേറി പോകുന്നു. അപ്പോൾ ഈ മകൻ ഇങ്ങനെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നത് ആ കുടുംബത്തിൽ വലിയ ചർച്ചയായിരുന്നു. മാത്രമല്ല അത് സംബന്ധിച്ചുള്ള ശകാരങ്ങളൊക്കെ ബാല്യകാലം തൊട്ട് തന്നെ കേൾക്കേണ്ടി വന്നു. അത് കേതലിനുള്ളിൽ പകയുണ്ടാക്കി എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. പിന്നീട് കേതലിനെ വിദേശത്ത് വിട്ട് 2 തവണ പഠിപ്പിക്കാനുള്ള ശ്രമം ഈ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. മാത്രമല്ല കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല രീതിയിൽ ബുദ്ധി വൈഭവം കാണിച്ചിരുന്ന ഒരാൾ കൂടിയാണ് ഈ കേതൽ എന്നും വിവരങ്ങളുണ്ട്. കേതൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ് വിദേശത്തേക്ക് പോയത്. പക്ഷേ അവിടെ പോയി ഡിഗ്രികളൊക്കെ സമ്പാദിച്ച് തിരിച്ചു വന്നെങ്കിലും ഇയാളൊരു കമ്പ്യൂട്ടർ ഗെയിമിംഗ് രംഗത്ത് അങ്ങ് നിലയുറപ്പിക്കുകയായിരുന്നു.